അവതാർ മൂവി ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഞാൻ കണ്ടായിരുന്നു. സിനിമ ഒരു ഓക്കെ ഫീലാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു മൂവിന്നോ അല്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എന്ന മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സിനിമയുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു. ഞാൻ ഐമാക്സിലാണ് മൂവി കണ്ടത്. അതുകൊണ്ട് തന്നെ വിഷ്വൽ വൈസ് ആൻഡ് സൗണ്ട് വൈസ് രണ്ടും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് എടുത്തു പറയാനായിട്ട് സിനിമയിൽ ഒന്നുമില്ല. സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിലോ, സിനിമയുടെ ആക്ഷൻ വൈസ് നോക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രീൻ പ്ലേസ് നോക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് സിനിമ കണ്ടിരിക്കണം എന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒന്നും എനിക്ക് ഫീൽ ആയില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അവതാർ 1 ആൻഡ് അവതാർ 2 വേ ഓഫ് വാട്ടർ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കണ്ടാൽ നമ്മൾ എങ്ങനെ ഇരിക്കും, അതേ ഒരു ഫീൽ ആയിരുന്നു സിനിമ തന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പുതുതായിട്ട് സിനിമയിൽ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ആകെ 2 ട്രൈബിനെ കുറിച്ച് മാത്രം സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ആ ഒരു ഫയർ ട്രൈബും പിന്നീട് സ്കൈ ട്രൈബ്, ലൈക്ക് ഒരു സ്കൈയുടെ സംതിങ് ഒരു ട്രൈബ് ഉണ്ട്, എനിക്ക് പേര് പെട്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലാതെ സിനിമയിൽ വേറെ ഒന്നും പുതിയതായിട്ട് സംസാരിക്കുന്നില്ല. അതിപ്പോ ക്യാരക്ടേഴ്സ് ആയാലും ശരി, ഇവന്റ്സ് ആയാലും, അവിടുത്തെ ക്രീച്ചേഴ്സ് ആയാലും, അല്ലെങ്കിൽ അവിടുത്തെ പുതിയ പ്രോബ്ലംസ് ആയാലും ഒന്നും നമ്മൾ എന്താണോ ഈ രണ്ട് മൂവീസിൽ കണ്ട അതേ സെയിം സാധനം ഇവിടെ റിപ്പീറ്റ്ലി കാണിച്ച് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ട് മടുത്ത, അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂവീസിലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ പൊടി തട്ടി അതുപോലെ എടുത്ത് പറയുന്നില്ല. അത് അതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റിയിട്ട് കുറെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ല. എന്താണോ ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവതാർ 1 നമ്മളെ കണ്ട് ഇങ്ങനെ കിളി പോയിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതായത് ഇങ്ങനത്തെ ഒരു സിനിമ നമ്മൾ അതുവരെ കണ്ടിട്ടില്ല. എത്രയും വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മൂവി, അതും വേറെ ലെവലായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ്. അന്ന് ഐമാക്സ് ഒന്നും ഇല്ല. ഞാൻ ഫസ്റ്റ് അവതാർ തിയേറ്ററിൽ കാണുമ്പോൾ ഐമാക്സോ ഒന്നുമില്ല, നോർമൽ തിയേറ്ററിലാണ് കാണുന്നത്. പക്ഷെ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് അത് ഞാൻ മറന്നിട്ടില്ല. അത്ര കിഡിലും എക്സ്പീരിയൻസ് ആയിരുന്നു. പാണ്ഡവർ എന്ന് പറയുന്ന ആ ഒരു വേൾഡും അവിടുത്തെ ക്രീച്ചേഴ്സും നെവി എന്ന് പറയുന്ന പീപ്പിൾസും ഹ്യൂമൻസും അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സും വാറും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന മൂവി ആയിരുന്നു. ഞാൻ ഇത്ര വർഷത്തിന് ശേഷം ആ ഒരു സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള വേ ഓഫ് വാട്ടർ വന്നപ്പോഴും അതേ ഒരു എക്സ്പീരിയൻസ് എന്ന മൂവിയാണ്. നൈസ് ആയിരുന്നു. ആ ഒരു മൂവിയിൽ പുതിയ വേൾഡും പുതിയ ക്രീച്ചേഴ്സും പുതിയ ഇവന്റ്സ് ഒക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണോ കണ്ടത് അതിനേക്കാളും കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ ആ വേൾഡ് ബിൽഡ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത സിനിമയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫയർ ആൻഡ് ആഷിൽ വന്നപ്പോൾ അങ്ങനെ ഒന്നും എവിടെ ഞാൻ കണ്ടില്ല. ഇതിന് തൊട്ടുമ്പോൾ രണ്ട് മൂവീസിൽ നമ്മൾ എന്താണോ കണ്ട അതേ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പേര് മാറ്റി, കുറച്ച് ക്യാരക്ടേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, കുറച്ച് ഫൈറ്റ് സീക്വൻസ് ആഡ് ചെയ്തു, പിന്നെ രണ്ട് ട്രൈബ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഈ സിനിമയിൽ എവിടെയില്ല. ആൻഡ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ. അത്ര ഷോ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഒരു ഡെപ്ത് ഇല്ല, അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഇല്ല. അവതാറിന്റെ സിറ്റുവേഷൻ നമുക്കറിയാം. ആ വേൾഡിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ സിറ്റുവേഷൻ എല്ലാം നമുക്കറിയാം. നമ്മൾ ഓൾറെഡി രണ്ട് മൂവീസിലും കണ്ടതാണ്. സെയിം ആയിട്ട് തന്നെ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതാണെങ്കിൽ പോലും അതിന്റെ ഒരു സ്ക്രീൻ പ്ലേയിലോ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിലോ കുറച്ചും കൂടി എൻഗേജിങ് ആക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി എലമെന്റ്സ് ആഡ് ചെയ്യായിരുന്നല്ലോ. ഇത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഡയറക്ടർ. തൊട്ട് മുമ്പ് നമ്മൾ എന്താണോ കണ്ടത് അതുപോലെ അതിനെ എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്തതായിട്ട് എനിക്കൊരു ഫീൽ കിട്ടിയിട്ടില്ല. ആൻഡ് ഈ ഒരു മൂവിയുടെ വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ്. ഭയങ്കര റിപ്പീറ്റേഷൻ ആണ് സിനിമയിൽ. 3.5 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ 45 മിനിറ്റോ 47 മിനിറ്റോ എന്താണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. അത്രയും വലിയ സിനിമയിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന അതേ ഐറ്റംസ് തന്നെ പിന്നെയും പിന്നെയും കാണിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കാണിച്ചു, 2 പ്രാവശ്യം കാണിച്ചു, ഫൈൻ. ഇത് 3-4 പ്രാവശ്യം സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് കാണിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ പിന്നീട് കാണിക്കും. പിന്നീട് അത് തന്നെ സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻ വരെ അത് തന്നെ. സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്ന് ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഇത് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം അങ്ങനത്തെ റിപ്പീറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്തു സിനിമയിൽ. അതിപ്പം ക്യാരക്ടേഴ്സിന്റെ ആയാലും ശരി, ഇവന്റ്സ് ആയാലും, അവർ പറയുന്ന ഡയലോഗ്സ് ആയാലും, സിറ്റുവേഷൻസ് ആയാലും എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് സിനിമയുടെ സ്റ്റാർട്ടിങ് പറയുന്ന അതേ കാര്യങ്ങൾ ഇങ്ങനെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവതാർ 2 എവിടെ എൻഡ് ചെയ്യണോ അവിടെ നിന്നാണ് അവതാർ 3 സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു പോയിന്റിൽ കേണൽ ജേക്ക് സള്ളിനെ പിടിക്കാനായിട്ട് വരും, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അത് കഴിയുമ്പോൾ അവിടുന്ന് പുള്ളിക്കാരൻ രക്ഷപ്പെട്ട് തിരിച്ചു വരും. എന്നിട്ട് പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യാൻ പോകും. അത് കഴിയുമ്പോൾ അവിടുന്ന് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് അറ്റാക്ക് വരും, തിരിച്ചു വന്ന് പിടിച്ചുകൊണ്ട് പോകും. പിന്നെയും അവിടുന്ന് രക്ഷപ്പെടും, തിരിച്ചു വരും, പിന്നെയും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഇത് തന്നെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കാര്യം പിന്നെയും ലൂപ്പായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ വേറെ ഒന്നും സിനിമയിലില്ല. അവതാർ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ അവതാറിന്റെ 7 അയലത്ത് എത്തത്തില്ല. കാരണം അവതാർ 1 ചെയ്ത ജെയിംസ് ക്യാമറോന് പോലും അതുപോലത്തെ ഒരു ഇതിഹാസം ഇനി ചെയ്യാൻ പറ്റത്തില്ല. അത് ഷുവറാണ്. കാരണം രണ്ട് മൂവീസ് നമ്മൾ കണ്ടതാണ്. വേ ഓഫ് വാട്ടർ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസ് ആയിട്ടാണ് അതിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിലോട്ട് വന്നപ്പോൾ ഒന്നും തന്നെ ഇല്ല. ആകെ കൊള്ളാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമാണ്. ആ ഒരു ഐമാക്സ് കണ്ടുകൊണ്ട് ആ വിഷ്വൽ വൈസും ആ ഒരു 3D ആ ഒരു എന്താ പറയാ ക്വാളിറ്റി എല്ലാം നൈസ് ആയിരുന്നു. സൗണ്ട് വൈസും അടിപൊളി ഒരു ക്വാളിറ്റി ആയിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമയിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സീക്വൻസ് പോലും എനിക്ക് എവിടെയും കണ്ടില്ല. എനിക്ക് പല ഏരിയാസിലും ഭയങ്കര ലാഗ് ആയിരുന്നു. അതായത് സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റ് കഴിയുമ്പോൾ കാണിച്ച അതേ കാര്യങ്ങൾ തന്നെ കുറെ കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതുപോലത്തെ കാര്യങ്ങൾ തന്നെ ക്ലൈമാക്സിലും വരുന്നുണ്ട്. ഞാനിങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാണുന്ന വേ ഓഫ് ഓർഡർ ആണെന്ന് ചിന്തിച്ചു പോയി. കാരണം അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല സിനിമ. അതേ ഒരു ഏരിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുവാണ്. അവിടെ തന്നെ ആ ഒരു പോയിന്റിൽ നമ്മൾ വേ ഓഫ് ഓർഡർ കണ്ടത് എവിടെയാണോ അതേ ഏരിയയിൽ കിടന്ന് ഇവരിങ്ങനെ കറങ്ങും. ആ ഒരു കേണലിന്റെ ടീം ഇവരെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഇവര് തിരിച്ചു പോയി അറ്റാക്ക് ചെയ്യുന്നു. അതിന് പകരമായിട്ട് അവർ പിന്നീട് അറ്റാക്ക് ചെയ്യും. ആ ഒരു വേ ഓഫ് വാട്ടർ നമ്മൾ കണ്ടില്ലേ, ആ ഒരു ഹണ്ടിങ് ഉണ്ടല്ലോ സീ ക്രീച്ചേഴ്സിന്, അതിനെ ഒരു ഹണ്ട് ചെയ്യുന്നത്, അത്
പിന്നീട് റിപ്പീറ്റേഷൻ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഇവർ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ വേ ഓഫ് വാട്ടറിലെ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ എന്താണോ കണ്ടത് അതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അതുപോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വേ ഓഫ് വാട്ടർ ആയിട്ടേ തോന്നത്തുള്ളൂ സിനിമ. അല്ലാതെ ഫയർ ആൻഡ് ആഷ് ആയിട്ട് എവിടെയും തോന്നുന്നില്ല. ഫയർ ആൻഡ് ആഷിന്റെ ആ ഒരു ട്രൈബിനെയും ആ ഒരു ക്യാരക്ടറിനൊക്കെ സിനിമയിൽ ജസ്റ്റ് എവിടെയോ ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അല്ലെങ്കിൽ ആ സിനിമയുടെ ടൈറ്റിൽ പറയുന്ന പോലെ ഫയർ ആൻഡ് ഡാഷ് അല്ലെങ്കിൽ ആ ഒരു ഫയർ ട്രൈബ് അല്ലെങ്കിൽ അവരെ കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് അവരെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു ക്യാരക്ടറിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് പോയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് അതൊന്നുമില്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഫയറും ആഷൊക്കെ മറന്നു. വേ ഓഫ് വാട്ടർ തന്നെയാണ് സിനിമ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് എന്താണോ അതിനെ രണ്ടും കൂടി എടുത്ത് എഡിറ്റ് ചെയ്ത് ഒറ്റ ഔട്ടായിട്ട് ഇറക്കി എങ്ങനെ ഇരിക്കും. അതിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്വലൊക്കെ മാറ്റി 2-3 ക്യാരക്ടേഴ്സിനെ 2-3 ട്രൈബിനെയൊക്കെ കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും. അതേ ഒരു ഫീലാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമയിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ ഒന്നുമില്ല. എനിക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു. ആ മൂവി ആ ഒരു ടൈമിൽ കാണാനും നല്ലൊരു അടിപൊളി ഫീൽ ആയിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു തിയേറ്ററിൽ നിന്ന് പുറത്ത് നിന്നാൽ ഓക്കെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സീക്വൻസോ അല്ലെങ്കിൽ ഇത് കിടിലായിരുന്നു, ഈ ഫൈറ്റ് അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് അടിപൊളിയാണ്, അങ്ങനെ പറയാനൊന്നുമില്ല. ഫൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. 1, 2 ഒന്നുമല്ല, കുറെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫൈറ്റും ഇമോഷൻസും കുറെ കാര്യങ്ങളൊക്കെ സിനിമയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇമ്പാക്ട് കിട്ടുന്നില്ല. ആ ഒരു ക്യാരക്ടേഴ്സിന്റെയോ ആ ഇവന്റ്സിന്റെയോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിന്റെയോ ഒരു ഇമ്പാക്ട് നമുക്ക് സിനിമയിൽ നിന്ന് എവിടെയും കിട്ടുന്നില്ല. ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷൻ ക്വാളിറ്റി ഒക്കെ നൈസ് ആണെന്ന് പറഞ്ഞാലും കാര്യമില്ല. കാരണം ആ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സ്റ്റോറിയും കണ്ടന്റ് ആണ്. അതില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ മൂവി ഫുൾ ഐമാക്സ് ക്യാമറ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ സ്റ്റണ്ടും കാര്യങ്ങളും അത് ഇത് എല്ലാം ഐമാക്സ് ആണ് അല്ലെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബാക്ക് ബോൺ ഓഫ് ദ മൂവി എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു ഓക്കെ പടമാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഈ സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടില്ല. ഇത് എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം ഞാൻ അവതാർ എന്ന മൂവിക്ക് ഭയങ്കര ഓവർ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ച് പോയ ഒരാളൊന്നുമല്ല. ജെയിംസ് ക്യാമറന്റെ പുതിയ മൂവി ആയിരുന്നു, അവതാറാണ്. ഓൾറെഡി ഒരു അവതാറിന്റെ അടുത്ത് കുറെ പാർട്സ് ഒക്കെ അനൗൺസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ഫയർ ആൻഡ് ആഷ് വരുന്നുണ്ട്. സോ പുതിയ ട്രൈബും പുതിയ ഇവന്റ്സും അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള 2 മൂവീസ് അതുപോലെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും സിനിമയില്ല. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. ആൻഡ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ഐമാക്സ് കണ്ടുകൊണ്ട് തന്നെ ഞാൻ വേറെ മൂവീസിന്റെ ട്രെയിലർ ഒന്നും കണ്ടില്ല. ഡൂംസ്ഡേയുടെ ചെറിയൊരു ഗ്ലിംസ്, വളരെ ചെറിയൊരു ഗ്ലിംസ് പോലത്തെ, എനിക്ക് തോന്നുന്നു ഓൾറെഡി അതാണ് ലീക്ക് ആയത് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ലീക്കഡ് കണ്ടിട്ടില്ല. ചെറിയൊരു ഗ്ലിംസ്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരാൾ തിരിച്ചു വരാൻ പോവുകയാണ് ഡൂംസ്ഡേയിൽ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. സോ എന്തായാലും കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.